സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളും എഡിറ്റ് ചെയ്ത ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിലാണ് പ്രചരിക്കുന്നത്. ഇപ്പോഴിതാ നടി നയൻതാരയെ സംബന്ധിച്ചും അത്തരമൊരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ടോക്സിക് സിനിമയുടെ റിലീസിന് മുന്നോടിയായി നയൻതാര തിരുമല ക്ഷേത്രത്തിലെത്തി തലമുണ്ടനം ചെയ്തുവെന്ന തരത്തിലാണ് ചിത്രങ്ങൾ പ്രചരിച്ചത്. തലയിൽ മുടിയൊന്നുമില്ലാത്ത നയൻതാരയുടെ ചിത്രങ്ങൾ എക്സിലടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുകയും ചെയ്തു. തിരുമല ക്ഷേത്രത്തിലെത്തിയ നയൻതാര മുടി വഴിപാടായി സമർപ്പിച്ചുവെന്നും അതിന്റെ ഭാഗമായാണ് തലമുണ്ടനം ചെയ്തതെന്നുമായിരുന്നു ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെ അവകാശവാദം. ചിത്രങ്ങൾ കണ്ട് പലരും ഇത് യഥാർത്ഥ സംഭവമാണെന്ന് കരുതുകയും ചെയ്തു. പ്രത്യേകിച്ച് നയൻതാരയുടെ വസ്ത്രവും ആഭരണങ്ങളും യഥാർത്ഥ ക്ഷേത്ര സന്ദർശന ചിത്രങ്ങളുമായി സാമ്യമുള്ളതിനായതിനാൽ വ്യാജ ചിത്രം കൂടുതൽ വിശ്വസ്തയോടെ പ്രചരിക്കുകയായിരുന്നു. എന്നാൽ ഈ ചിത്രങ്ങളുടെ യാഥാർത്ഥ്യം പരിശോധിച്ചപ്പോൾ പുറത്തുവന്നത് മറ്റൊന്നാണ്. നയൻതാര തലമുണ്ടനം ചെയ്തുവെന്ന അവകാശവാദത്തിന് വിശ്വസനീയമായ തെളിവുകളൊന്നുമില്ല. പ്രചരിക്കുന്ന ചിത്രങ്ങൾ യഥാർത്ഥ ചിത്രങ്ങളല്ലെന്നും ഡിജിറ്റലായി എഡിറ്റ് ചെയ്തതാണെന്നും ഫാക്ട് ചെക്കിൽ വ്യക്തമായി. ചിത്രങ്ങളിൽ മുടി മാത്രം ഡിജിറ്റൽ രീതിയിൽ നീക്കം ചെയ്തതിന്റെ സൂചനകളാണ് കണ്ടെത്തിയത്. കൂടാതെ ചിത്രങ്ങളിൽ AI ജനറേറ്റർ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ചില അസ്വാഭാവികതകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വൈറലായ ചിത്രങ്ങളുടെ ഉറവിടം പരിശോധിച്ചപ്പോൾ യഥാർത്ഥ ചിത്രങ്ങൾ ഈ വർഷം ഏപ്രിലിൽ നയൻതാരയും ഭർത്താവും വിഘ്നേഷ് ശിവനും തിരുമല ക്ഷേത്രം സന്ദർശിച്ച സമയത്താണെന്നും വ്യക്തമായി. ആ സമയത്ത് പകർത്തിയ യഥാർത്ഥ ചിത്രങ്ങളിൽ നയൻതാര മുടിയോടെയാണ് കാണപ്പെട്ടത്. എന്നാൽ അതേ ചിത്രങ്ങളെടുത്ത് നയൻതാരയുടെ മുടി മാത്രം ഡിജിറ്റലായി നീക്കം ചെയ്താണ് തലമുണ്ടനം ചെയ്തുവെന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ തയ്യാറാക്കിയിരിക്കുന്നത്. വസ്ത്രവും കമ്മലുകളും ഉൾപ്പെടെയുള്ള മറ്റു പല വിശദാംശങ്ങളും യഥാർത്ഥ ചിത്രങ്ങളുമായി സാമ്യമുള്ളതാണ്. ഇതാണ് വ്യാജ ചിത്രത്തെ കൂടുതൽ വിശ്വസനീയമായി തോന്നിപ്പിച്ചത്. എന്നാൽ ചിത്രം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മുടിയുടെ ഭാഗത്തെ അസ്വാഭാവികതകളും ഡിജിറ്റൽ മാറ്റങ്ങളുടെ അടയാളങ്ങളും വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ നയൻതാര തലമുണ്ടനം ചെയ്തുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് പറയാം. ഇത്തരം വ്യാജ ചിത്രങ്ങൾ എങ്ങനെ അതിവേഗം പ്രചരിക്കുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു താരത്തിന്റെ യഥാർത്ഥ ചിത്രം എടുത്ത് അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ പോലും സോഷ്യൽ മീഡിയയിൽ അത് പുതിയൊരു സംഭവത്തിന്റെ ചിത്രമായി അവതരിപ്പിക്കപ്പെടും. പ്രത്യേകിച്ച് AI സാങ്കേതിക വിദ്യയും എഡിറ്റിംഗ് ടൂളുകളും എളുപ്പത്തിൽ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ യാഥാർത്ഥ്യവും വ്യാജവും തമ്മിലുള്ള വ്യത്യാസം സാധാരണ ഉപയോക്താക്കൾക്ക് തിരിച്ചറിയാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഒരു ചിത്രം മാത്രം കണ്ടുകൊണ്ട് അതിലെ അവകാശവാദം വിശ്വസിക്കാതെ വിശ്വസനീയമായ വാർത്താ ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുന്നത് പ്രധാനമാണ്. ഇതിനിടെ നയൻതാരയുടെ സിനിമാ വിശേഷങ്ങളും ആരാധകർക്ക് ഏറെ ആകാംക്ഷ നൽകുന്നുണ്ട്. യശ് നായകനായി എത്തുന്ന ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് ആണ് നയൻതാരയുടെ പ്രധാന വരാനിരിക്കുന്ന ചിത്രങ്ങളിലൊന്ന്. ചിത്രത്തിൽ കിയാര അദ്വാനി, താര സുതാരിയ, രുക്മിണി വസന്ത്, ഹുമ ഖുറേഷി എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. KVN പ്രൊഡക്ഷൻസ്, മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ടോക്സിക് പ്രഖ്യാപിച്ചതു മുതൽ തന്നെ ചിത്രത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. യാഷും ഗീതു മോഹൻദാസും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയ്ക്കൊപ്പം നയൻതാര ഉൾപ്പെടെയുള്ള വലിയ താരനിരയും ചിത്രത്തിന്റെ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 26-നാണ് ടോക്സിക് തിയേറ്ററുകളിൽ എത്തുന്നത്. ഇതിനു പുറമെ സൽമാൻ ഖാനൊപ്പവും നയൻതാര എത്തുന്നുണ്ട്. വംശി പൈഡപ്പള്ളി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് നിലവിൽ താൽക്കാലികമായി SBC63 എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ദിൽ രാജുവിന്റെ ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. സൽമാൻ ഖാനും നയൻതാരയും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കും ആരാധകർക്കിടയിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നയൻതാര തലമുണ്ടനം ചെയ്തു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചിത്രങ്ങൾക്ക് പിന്നിൽ യാഥാർത്ഥ്യമല്ല, ഡിജിറ്റൽ എഡിറ്റിംഗ് ആണ്. നയൻതാര തിരുമലയിൽ തലമുണ്ടനം ചെയ്തുവെന്നതിന് വിശ്വസനീയമായ തെളിവുകളൊന്നുമില്ല. യഥാർത്ഥ ചിത്രത്തിൽ മുടിയുള്ള നയൻതാരയുടെ ചിത്രം ഡിജിറ്റലായി മാറ്റിയാണ് വ്യാജ ചിത്രം പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം വൈറലാകുന്നു എന്നത് മാത്രം കൊണ്ട് അത് യഥാർത്ഥ സംഭവത്തിന്റെ തെളിവായി കാണേണ്ടതില്ല. പ്രത്യേകിച്ച് സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ചിത്രം, വീഡിയോ, സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്നിവയുടെ ഉറവിടം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവ വിശ്വസിക്കാവൂ. നയൻതാരയുടെ തലമുണ്ടനം സംബന്ധിച്ചും ഇതുതന്നെയാണ് സംഭവിച്ചത്. വൈറലായ ചിത്രത്തിന് പിന്നാലെ സത്യാവസ്ഥ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലെ ആ പ്രചരണത്തിന്റെ വിശ്വസ്തതയും നഷ്ടപ്പെടുകയാണ്.